ഇപ്പോൾ ഒരു അപകട വാർത്ത വരുന്നു കൊച്ചിയിൽ നിന്ന്. അതിലേക്കാണ് ഇനി. എറണാകുളം കോതമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. നെല്ലിമറ്റത്തിന് സമീപം നിയന്ത്രണം വിട്ട JCBയിൽ ഈ കാർ ഇടിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭ്യമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, ഇത് വളരെ വ്യക്തമായി ഈ പിറകിൽ വന്ന കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് പതിഞ്ഞെന്ന് തോന്നുന്നു. ഇതെന്താണ്, നിർത്തിയിട്ട JCBയിലേക്കാണ് ഈ കാർ ഇടിച്ചു കയറിയത്? എന്ത് സംഭവിച്ചതാണ്? ഇത് ഏകദേശം ഉച്ചയോടുകൂടി നടന്ന സംഭവമാണ്. അപകടം നടക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ്. അതായത് മൂന്നാർ ഭാഗത്ത് നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ കാറ് വരുന്ന വഴിയിലുടനീളം നിയന്ത്രണം വിട്ടു പോകുന്നത്. അങ്ങനെ നിയന്ത്രണം വിട്ട് തുടർച്ചയായി പോയതിനു ശേഷം നെല്ലിമറ്റം കവലയിൽ വെച്ച് നിർത്തിയിട്ട ഒരു JCBയിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തുകയും ഈ കാറിലുണ്ടായിരുന്നവരെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. അവരെ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോവുകയും ചെയ്തു. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു വിവരം പോലീസിനോടും ഇവർ കൈമാറിയിട്ടില്ല. ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഊന്നുകൽ പോലീസിനും ഇതുവരെ പരാതിയോ അല്ലെങ്കിൽ നടപടിയോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ അരുൺ C. വാസു എന്ന് പറയുന്ന ആളുടെ ഓണർഷിപ്പിലുള്ളതാണ് ഈ കാറ്. നേരിമംഗലം സ്വദേശിയാണ്, ഊന്നുകൽ നേരിമംഗലം സ്വദേശിയാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ടാണോ അതോ ഉറക്കം വന്നതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യത വന്നിട്ടില്ല. എന്താണെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഇവർക്കെതിരെ നോട്ടീസ് നൽകാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നോട്ടീസിൻ്റെ മറുപടി അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എടുക്കുക എന്നറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഉച്ച സമയമായതുകൊണ്ട് ഉറങ്ങിപ്പോകാതാകാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ BP അടക്കമുള്ള കാര്യങ്ങളിൽ വന്ന വേരിയേഷൻ ആകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇവർ നിലവിൽ പ്രാഥമിക ചികിത്സ വാങ്ങിയ ആശുപത്രിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. പിറകെ വന്ന കാറിൽ നിന്നും ഒരാൾ മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.